ഹലോ. ഒരുമാതിരിപ്പെട്ട എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ പല ചോദ്യങ്ങളും വളരെ എളുപ്പം ചെയ്യാനും സ്ക്വയർ റൂട്ടുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ സ്ക്വയറുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പിന്നെ ഒരു ചോദ്യം കണ്ടാൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്, എങ്ങനെയാണ് അത് ചെയ്തു പോകേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സ്ക്വയേഴ്സ് നമ്മൾ കാണാപ്പാടം പഠിച്ചിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് 11 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ള കുറച്ച് ടിപ്പുകളാണ്, ചില പൊടിക്കൈകളാണ്. ഓക്കെ, അപ്പം 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതെടുക്കുന്നില്ല. 11 മുതൽ 20 വരെ ഇത് 2 ഭാഗങ്ങളായിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഭാഗത്താണ് 11 മുതൽ 20 വരെ, രണ്ടാമത്തെ ഭാഗത്ത് 21 മുതൽ 30 വരെ. ഓക്കെ, അപ്പം തുടങ്ങാം. 11ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതൊക്കെ 11 മുതൽ ഒരു 15 വരെയൊക്കെ എല്ലാവർക്കും നമ്മൾ ചെയ്ത് പഴകി നമ്മൾ ഓർത്തിരിക്കുന്നതായിരിക്കും. എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇത് ഓർത്തിരിക്കാൻ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നല്ലേ, അപ്പോൾ ആദ്യം 1 ഇട്ടു, പിന്നെ ഈ രണ്ടാമത്തെ ഡിജിറ്റ്, അതായത് യൂണിറ്റ് പ്ലേസ് കിടക്കുന്ന ഈ ഡിജിറ്റ്, അതിൻ്റെ കൂടെ അതൊന്നുകൂടെ പ്ലസ് അത് തന്നെ ഒന്നുകൂടെ ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, ഇവിടെ 1 + 1 അല്ലെങ്കിൽ 1 × 2, ഇതേ പ്ലസ് ഇത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1 + 1 എന്ന് പറയുമ്പോൾ 2 വരും. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, അത്ര 1ൻ്റെ സ്ക്വയർ 1. ഇനി 12ൻ്റെ സ്ക്വയർ നമുക്ക് അതേ രീതിയിൽ എഴുതാം. ആദ്യം 1 എഴുതി യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിനെ അതിനോട് തന്നെ ഒന്നുകൂടെ കൂട്ടുക, അതായത് 2 ആണ്. 2 + 1 2 + 2 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ, അത് 2ൻ്റെ സ്ക്വയർ 4, 144. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നതായിരിക്കും, തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതായിരിക്കും. ചെയ്ത് പഴകി നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയിരിക്കുന്ന നമ്പേഴ്സൊക്കെ ആയിരിക്കും 12ൻ്റെ സ്ക്വയറൊക്കെ. എങ്കിലും ഞാനങ്ങ് പറയുന്നതാണ്. ഓക്കെ, 13ൻ്റെ അതേപോലെ ഇടുക. 1 യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന 3, അതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടെ കൂട്ടുക. 3 + 3 6. ഇനി ഈ 3യുടെ സ്ക്വയർ, യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ 9. ഓക്കെ, 169. ഇനി 14ൻ്റെ സ്ക്വയർ. 14ൻ്റെ സ്ക്വയർ ഇതേപോലെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് ആദ്യത്തെ ഈ 3 നമ്പേഴ്സിനെ ഇങ്ങനെയുള്ളൂ. ഇതൊരു പാറ്റേൺ ഒന്നുമല്ല, നിങ്ങൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ചെറു പൊടിക്കൈകളാണ്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് നടക്കുന്ന വഴിക്ക് നിങ്ങൾക്ക് ഓർത്ത് മനസ്സിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പൊടിക്കൈകൾ മാത്രമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും അൾട്ടിമേറ്റ്ലി 13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി കൂട്ടാനൊന്നും ഇങ്ങനെയൊന്നും കൂട്ടിയെടുക്കാനും സ്ക്വയർ ചെയ്തെടുക്കാനും ഇങ്ങനെ നിൽക്കരുത്. 13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞിരിക്കണം. അപ്പോൾ പതിക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പുകളാണ് കേട്ടോ. നമ്മൾ നടക്കുന്ന വഴിക്കും പോകുന്ന വഴിക്കല്ലേ ഓർത്ത് നടക്കുക, അങ്ങനെ അത് പഠിക്കുക. ഈ ടിപ്പ് ഉപയോഗിച്ച് അത് ഓർത്തെടുക്കുക, അങ്ങനെ അത് മനസ്സിൽ പതിപ്പിക്കുക. അങ്ങനെ. ഓക്കെ, ഇനി 14ൻ്റെ സ്ക്വയർ നിങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ 1 ഇട്ടു, ഈ 13ൻ്റെ സ്ക്വയർ 69 അല്ലേ, ഇത് നേരെ അങ്ങ് തിരിച്ചിട്ടാലോ 96. 69നെ തിരിച്ചിട്ടാൽ 96 വരും. ആണ് 13ൻ്റെ സ്ക്വയറും 14ൻ്റെ സ്ക്വയറും. 13ൻ്റെ സ്ക്വയർ 169 ആണ്, 14ൻ്റെ സ്ക്വയർ 196 ആണ്. 69നെ തിരിച്ചിട്ട് 96 ആയി. ഓക്കെ, ഇനി 15ൻ്റെ സ്ക്വയർ, അതായത് 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എടുക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ അവസാനം ഒരു 25 വരും. പിന്നെ ഈ ആദ്യം കിടക്കുന്ന സംഖ്യ, അതായത് 1ൻ്റെ 1 × 1 + 1, ഇതേ ഇൻറ്റു ഇതേ +1 എന്ന് പറഞ്ഞാൽ എത്ര? 1 × 1 + 1 എന്ന് പറയുമ്പോൾ 2. അത്രയാണ് 2 തന്നെ, 225. ഓക്കെ, ഇനി 16ൻ്റെ സ്ക്വയർ. 16ൻ്റെ സ്ക്വയർ ഇവിടെ 15ൻ്റെ സ്ക്വയർ 225 അല്ലേ, 25ലാണ് അവസാനിച്ചത്. 16ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25ൽ ആരംഭിക്കും. 25 ഇവിടെ 6 അല്ലേ, 6ൻ്റെ സ്ക്വയറുകൾ അവസാനിക്കുന്ന സംഖ്യ ഏതാ? 6 തന്നെ. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. അതുകൊണ്ട് അവസാനം 6 വരുന്ന ഏത്? 226ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും അത് അവസാനിക്കുന്ന 6-ലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 256 ഓർത്തിരിക്കുക. ഇവിടെ 25ൽ അവസാനിക്കുന്നു 15ൻ്റെ സ്ക്വയർ, ഈ 16ൻ്റെ സ്ക്വയർ 25ൽ തുടങ്ങുന്നു. ഓക്കെ, ഇനി 17ൻ്റെ സ്ക്വയർ. 17ൻ്റെ സ്ക്വയർ നമുക്ക് എഴുതാൻ 7 × 4 എത്രയാണ്? 28. ഇനി 7ൻ്റെ സ്ക്വയറുകൾ അവസാനിക്കുന്നു. 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. അപ്പോൾ 7-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെ സ്ക്വയർ പറഞ്ഞാലും അത് അവസാനിക്കുന്ന 9-ലായിരിക്കും. അതുകൊണ്ട് തന്നെ 289. ഇനി 18ൻ്റെ സ്ക്വയറും ഇതേ രീതിയിൽ നമുക്ക് എഴുതാം. 18 × 4 എത്രയാണ്? 32. ഇനി 8ൻ്റെ സ്ക്വയർ അവസാനിക്കുന്ന ഏത് സംഖ്യയിലാണ്? 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. അതുകൊണ്ട് 8 അവസാനം വരുന്ന ഏത് സംഖ്യയുടെ സ്ക്വയറും 4-ലാണ് അവസാനിക്കുന്നത്. 324. 18ൻ്റെ സ്ക്വയർ 324. ഇനി 19ൻ്റെ സ്ക്വയർ. 19 × 4 എത്രയാണ്? 36. ഇനി 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. അതുകൊണ്ട് തന്നെ 9-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെ സ്ക്വയറും 1-ലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 19ൻ്റെ സ്ക്വയർ 361. 20ൻ്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, 400. അത് പ്രത്യേകിച്ച് പറയുന്നില്ല. ഓക്കെ, ഇത് ഇങ്ങനെ ഓർത്തിരിക്കാൻ, ഇത് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്പുകൾ മാത്രമാണ്. നിങ്ങളിത് പോകുന്ന വഴിക്ക് നടക്കുന്ന വഴിക്ക് ഓർത്തോർത്ത് ഈ ടിപ്പുകൾ ഉപയോഗിച്ച് ഓർത്തെടുക്കുക, എന്നിട്ടത് മനസ്സിൽ പതിപ്പിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചെയ്യുമ്പം 18ൻ്റെ സ്ക്വയർ 18 × 4 32, അതിന് അവസാനം 4 വരുന്നു. അങ്ങനെയൊന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല പരീക്ഷയ്ക്ക്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് മനസ്സിൽ തറവായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ടിപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ കുറേ നാളെടുത്ത് ഇത് മനസ്സിലോട്ട് പതിപ്പിക്കുക. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ ടിപ്പുകൾ. ഓക്കെ,
ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയാനുണ്ട്. ഇത് നോക്കി, 1 തുടങ്ങുന്ന 1, 2, 3, 4 സ്ക്വയറുകളുണ്ട് അല്ലേ. 11 മുതൽ 14 വരെയുള്ളതിൻ്റെ സ്ക്വയറുകളെല്ലാം തുടങ്ങുന്ന 1-ലാണ്. അതായത് 100-നും 200-നും ഇടയ്ക്കാണ്. 121, 144, 169, 196 അങ്ങനെ. ഇനി 2 തുടങ്ങുന്നതോ 3 എണ്ണമാണ്. 1 തുടങ്ങുന്ന 4 എണ്ണം, 2 തുടങ്ങുന്ന 3 എണ്ണം. ഇനി 3 തുടങ്ങുന്നതോ 2 എണ്ണം, 4 തുടങ്ങുന്ന 1 എണ്ണം. ഓക്കെ, അത് ഓർത്തിരിക്കുക. 1 തുടങ്ങുന്നത് 100-നും 200-നും ഇടയ്ക്കുള്ള 4 എണ്ണം, 200-നും 300-നും ഇടയ്ക്കുള്ള 3 എണ്ണം, 300-നും 400-നും ഇടയ്ക്കുള്ള 2 എണ്ണം, പിന്നെ 400. അത് ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.